ഇന്ന് നമ്മളോടൊപ്പം ക്ലാസ് എടുക്കാനായി എത്തുന്നത് ഡോക്ടർ ജെയിംസ് പോൾ സാറാണ്. സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. സാറ് നമുക്ക് പല ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. അവസാനമായി സാർ ക്ലാസ് എടുത്ത് നിർത്തിയത് നമുക്ക് തൊലിപ്പുറത്തുള്ള പല തരം പാടുകളും അടയാളങ്ങളും കളർ വ്യത്യാസങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ ക്ലാസ് ആയിരുന്നു അവസാനം സാർ എടുത്തിരുന്നത്. ഇന്ന് സാർ അതിനെ പരിഹാരങ്ങളും അതിന് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചാണ് സാറിന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ജെയിംസ് പോൾ സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഏതാനും കേസുകളൊന്നും പറഞ്ഞില്ല, എന്റെ സിംറ്റമറ്റോളജി മാത്രമാണ് പറഞ്ഞത്. ഏതായാലും വിട്ടുപോയ 1-2 സയൻസ് സിൻഡ്രോംസ് കൂടി ഈ പ്രാവശ്യം എടുക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം 1-2 ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ടിപ്സ് കൂടെ ചോദിച്ചിരുന്നു. അപ്പം 1-2 കേസുകൾ ഞാൻ പറയാം. അപ്പൊ അതിനു മുമ്പായിട്ട് 1-2 സയൻസ് സിൻഡ്രോംസ്. ഇപ്പൊ ഇവിടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതിന്റെ ഒരു 2-3 എണ്ണം അഡീഷണൽ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയ 1-2 കേസ്. അതില് ഒന്നാണ് ട്രിപ്പെപാം. ട്രിപ്പെ എന്ന് ഉദ്ദേശിക്കുന്ന TRIPE ആണ്. പാം തന്നെ. അത് തിക്ക് സ്കിൻ വിത്ത് ബ്ലാക്ക് ഡിസ്കളറേഷൻ ആണ്. അപ്പൊ അങ്ങനെ കാണുകയാണെങ്കിൽ അതും ഒരു സംശയാസ്പദമാണ്. GIT ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്റ്റില് CA ഉള്ളതായിട്ട് സംശയിക്കാം. അപ്പം അതനുസരിച്ചുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസ് നീങ്ങണം. അതാണ് ഞാൻ ഡീപിഗ്മെന്റേഷൻ കണ്ട ഉടനെ അത് ഒരു ലോക്കൽ മലാഡിയായിട്ട് കണക്കാക്കരുത്. നമ്മൾ എല്ലാ സിസ്റ്റംസും പരിശോധനയ്ക്ക് വിധേയമാക്കണം. അറിയാവുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്ത് എല്ലാം നെഗറ്റീവ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് ലോക്കൽ മലാഡി എന്ന് നമ്മൾ നിഗമനത്തിൽ എത്താൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയാനായിട്ട് കാരണം. പക്ഷെ ഇത് തന്നെ വളരെ മൈനർ ഫോംസില് ഈ ഓൾഡ് ഏജ് വിമനിൽ കാണാറുണ്ട്. ചിലക്ക് ഇങ്ങനെ മലർ ഏരിയയിലും ഫ്രോണ്ടൽ ഏരിയയിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് പിഗ്മെന്റേഷൻ കാണാറുണ്ട്. കരിമങ്ങല്യോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം കാണുന്നു, മറ്റേ സൈഡിലില്ല. അതല്ലെങ്കിൽ നെറ്റിക്ക് മാത്രം കാണുന്നു, മലാർ ഏരിയയിൽ ഇല്ല എങ്കിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ്. അപ്പം വെറുതെ ലോക്കൽ മലാഡി എന്നുള്ള ആ രീതിയിൽ പരിഗണനയിൽ പോകരുത്. അതാണ് പറയാൻ കാരണം. പിന്നെ ഇങ്ങനെ മറ്റ് സാഹചര്യങ്ങൾ, ഈ നേരത്തെ പറഞ്ഞ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്റ്റില് ക്യാൻസർ ഉണ്ടാകാം. അത് കൂടാതെ കുഷിംഗ് സിൻഡ്രോം, അക്രോമെഗാലി, ഇൻസുലിൻ റെസിസ്റ്റന്റ് ഇൻ ഡയബറ്റിക് മെലിറ്റൻസ്, അത് ഓൾഡായിട്ട് വളരെ ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസിലും ഒക്കെ ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റെയിൻ ലെവൻതൽ സിൻഡ്രോം, അതായത് ഹൈ ഡിഗ്രിയിലുള്ള PCOD ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു 10-20 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ആൺകുട്ടികളെ പോലെ താടിമീശ വളരും, പിന്നെ ആദംസ് ആപ്പിൾസ് ഡെവലപ്പ് ചെയ്യും, സ്വരം മാസ്കുലിൻ ഇതിലേക്ക് മാറും. അതേപോലെ തന്നെ ബ്രസ്റ്റ് അട്രോഫീഡ് ആവും. അതേപോലെ തന്നെ ലേബിയ മൈനോറ എല്ലാം അട്രോഫീഡ് ആവും. മാത്രമല്ല ഈ ഹെർസൂട്ടിസം വളരെ പ്രോമിനന്റ് ആയിരിക്കും. അങ്ങനെ അതാണ് ലീൻ ലിവാൻഡൽ സിൻഡ്രോം എന്ന് പറയുന്നത്, അഗ്രസീവ് ഫോം ഓഫ് PCOD. അപ്പൊ ഇതിലും ഈ പിഗ്മെന്റേഷൻസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. മറ്റൊന്നത് ലെസർ ട്രെലേറ്റ്, അതിന്റെ സ്പെല്ലിങ് LESRTRELAT, ട്രെലേറ്റ്. അത് ബ്ലാക്ക് പിഗ്മെന്റേഷൻ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകും, ലോക്കലായിട്ടുണ്ടാകും. അതേപോലെ തന്നെ സ്കിൻ ടാക്സ് ഡെവലപ്പ് ചെയ്യും, പ്രത്യേകിച്ച് തൊറാസിക് ഏരിയയിൽ. നമുക്ക് ന്യൂറോഫൈബ്രോമ പോലെ, പക്ഷേ അതിന് ബ്രൗണിഷ് പിഗ്മെന്റേഷൻ ആയിരിക്കും, ഫൈബ്രസ് ടിഷ്യൂ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അതും ഒരു ഫോർ റണ്ണർ ഓഫ് ഇന്റേണൽ ക്യാൻസർ. ഇപ്പൊ പിഗ്മെന്റേഷൻ ഉണ്ടായിരിക്കാൻ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഉണ്ടാകും. അതായത് അക്കാന്തസ്
നിഗ്രിക്കൻസ് പോലെ ഡോട്ട് ഡോട്ടായിട്ട് അവിടെ ഇവിടെ കാണപ്പെടാം. പക്ഷെ ഈ തൊറാസിക് ഏരിയയിൽ സ്കിൻ ടാഗ്സ് കൂടെ ഉണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമായിട്ടുണ്ട്. മറ്റൊന്നത് ലിയോപാർഡ് സിൻഡ്രോം. അവിടെയും നമുക്ക് ബ്ലാക്ക് പിഗ്മെന്റേഷൻസ് അല്ല പിഗ്മെന്റ് ഡിപ്പോസിഷൻസ് കാണാം. അത് ചൈൽഡ്ഹുഡിൽ തന്നെ ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പൊ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ ആ കുട്ടിക്ക് കാർഡിയാക് പ്രോബ്ലംസ് എസ്പെഷ്യലി കണ്ടക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാകും. അത് എസ് എ നോഡാകാം, എ വി നോഡാകാം, ബണ്ടിൽ ഓഫ് ഫീസ് ആകാം, അതല്ലെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിളില് ആന്റിയർ ഡിവിഷൻ, പോസ്റ്റിയർ ഡിവിഷൻ ഓർ ബണ്ടിൽ ഓഫ് പെർക്കിൻസ് ഫൈബേഴ്സ്. ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ബ്ലോക്ക് ഉണ്ടാകാം. അപ്പൊ ECG എടുത്തു കഴിയുമ്പോൾ ഇത് നമുക്ക് ബോധ്യപ്പെടാവുന്നതാണ്. പിന്നെ മറ്റൊന്നുള്ളത് വാൽവുലാർ ഡിസീസ് ഉണ്ട്, ഗ്രോത്ത് പ്രോബ്ലംസ് ഉണ്ട്, ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് ഉണ്ട്, മെന്റൽ റിട്ടാർഡേഷൻസ്. ഇത്രയെല്ലാം ഈ കുട്ടിയിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണ് ലിയോപാർഡ് സിൻഡ്രോം എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് വൺ ലാംബ് സിൻഡ്രോം, LAMB, ലാംബ്. അവിടെ ലെന്റിയൻസ് എന്ന് പറയാൻ ബ്ലാക്ക് പിഗ്മെന്റേഷൻ, ഏട്രിയൽ മിക്സോമ ആൻഡ് ന്യൂറോകുട്ടേനിയസ് മിക്സോമ, ബ്ലൂ നേവി. അപ്പൊ ഇത് നാലും കൂടെ കൂടിയാണ് ലാംബ് സിൻഡ്രോം എന്ന് പറയുന്നത്. മറ്റൊന്നുള്ളത് കഫേ ഓ ലൈറ്റ്, കാൽ, CAL, കാൽ. കഫേ CAFE, കഫേ തന്നെ. ഓ എന്നുള്ള AU -LAIT. അപ്പൊ കാൽ സ്പോട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലാറ്റ് യൂണിഫോം ബ്രൗൺ ഡിസ്കളറേഷൻ, ഫ്ലാറ്റ് യൂണിഫോം ബ്രൗൺ ഡിസ്കളറേഷൻ ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി. അപ്പൊ അതിന്റെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നത് ഫീമെയിൽ ആണെങ്കിൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ തൊലിപ്പുറത്ത് വരുന്ന മറ്റൊരു ഡിസ്കളറേഷൻ ആണ് ആർജറിയ, അതായത് സിൽവർ ഡിപ്പോസിഷൻ. പല സാഹചര്യത്തിലും അല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റോ ഒക്കെയുള്ള കെമിക്കൽസിലോ അല്ലെങ്കിൽ ഇതിന്റെ മൈനിങ് നടക്കുന്ന സ്ഥലത്തെല്ലാം ഇതിന്റെ ഡിപ്പോസിഷൻ ചിലരിലെങ്കിലും കാണും. അങ്ങനെയുള്ള കണ്ടീഷനാണ്. അപ്പം ബ്ലൂ, ഷൈനി ബ്ലൂ ഡിസ്കളറേഷൻ ആയിരിക്കും കാണും. ഷൈനി ബ്ലൂ ഡിസ്കളറേഷൻ. പിന്നെ ഒന്നുള്ളത് സ്വർണത്തിന്റെ ഡിപ്പോസിഷൻ ഉണ്ടാകും. സ്വർണ്ണക്കനികളിലൊക്കെ പണിയെടുക്കുന്നതിൽ കാണുന്നതാണ് ക്രിസ്യാസിസ്. അത് ഷൈനി ഗ്രേ കളർ ആയിരിക്കും, ഷൈനി ഗ്രേ ഡിസ്കളറേഷൻ. അപ്പൊ അതിന് വരാവുന്ന മെഡിസിൻ, ഈ ഗോൾഡ് ഡിപ്പോസിഷന് പറയുന്ന മരുന്ന് മെർക്കുറിയാണ്. മെർക്കുറി മെറ്റൽ. പണ്ട് മെർക്കുറി മെറ്റൽ എന്ന് പറയുന്ന മെഡിസിൻസ് നേരത്തെ കിട്ടാം. മെർക്സോൾ അല്ല, മെർക്കുറിയസ് എന്ന് തന്നെ ഒരു മെഡിസിൻ നേരത്തെ കിട്ടുമായിരുന്നു, മാർക്കറ്റ് അവൈലബിൾ ആയിരുന്നു. സിൽവർ ഡിപ്പോസിഷനെ പറയുന്നത് ആസിഡ് സൾഫാണ്, ആസിഡ് സൾഫ്. ദെൻ പോയം സിൻഡ്രോം, പോയം സിൻഡ്രോം, POEM, പോയം സിൻഡ്രോം. അവിടെയും നമുക്ക് ബ്ലാക്ക് പിഗ്മെന്റേഷൻ, അത് P പോളിന്യൂറോപ്പതി, O ഓർഗാനോമെഗാലി, അതായത് സ്പ്ലീനോമെഗാലി, ഹെപ്പറ്റോമെഗാലി, പ്രോസ്റ്ററ്റോമെഗാലി, അത് ഏതെങ്കിലും ഒരു മെഗാലി ഉണ്ടാകും. എൻഡോക്രൈനോപ്പതി ഉണ്ടാകാം. ദെൻ M പ്രോട്ടീൻ. M പ്രോട്ടീൻ മീൻസ് എക്സസ് ആന്റിബോഡീസ് ഇൻ ദി ബ്ലഡ് സ്ട്രീം. അതാണ് പോയം സിൻഡ്രോം. അപ്പൊ അവിടെയും നമുക്ക് ബ്ലാക്ക് പിഗ്മെന്റേഷൻ ആണ് കാണുന്നത്. ഇവിടെ ബ്ലാക്ക് പിഗ്മെന്റേഷൻ അതനുസരിച്ച് സ്കിൻ തിക്നെസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് പല ഭാഗങ്ങളിലും. പ്രത്യേകിച്ച് ഈ ജോയിന്റ്സ്,
ഇപ്പൊ പാമാണെങ്കിൽ ഈ ആ ജോയിനിങ് പാർട്ട് സാധാരണ സ്കിന്നും പാമ സ്കിൻ ആ കോണിഫർ സ്കിന്നുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ കൂടുതൽ തടിപ്പ് കാണുന്നുണ്ട്. പിന്നെ ഹൈപ്പർ ട്രൈക്കോസിസ്, ദാറ്റ് മീൻസ് ഹെയർ ഗ്രോത്ത്. സാധാരണ നേരത്തെ പറഞ്ഞ സിൻഡ്രോത്തിൽ ഉണ്ടാകുന്ന പോലുള്ള ഹെയർ ഗ്രോത്ത് അല്ല, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അഗ്രഗേറ്റ് ആയിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഹൈപ്പർ ട്രൈക്കോസിസ്. അതേപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും ആൻജിയോമാസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട ഒന്നാണ് പോയം സിൻഡ്രോം. ഇപ്പൊ ഇത്രയും പിഗ്മെന്റേഷൻ ആണ്. പിന്നെ ഡീപ് പിഗ്മെന്റേഷൻ 1-2 കേസ് കഴിഞ്ഞ പ്രാവശ്യം പറയാനായിട്ട് വിട്ടുപോയി. അതില് ഒന്ന് പറഞ്ഞിരുന്നു ട്യൂബറസ് സ്ക്ലെറോസിസ്, പക്ഷെ കുറച്ചുകൂടെ അതിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്ന് പറയാൻ വിട്ടുപോയതാണ് പി ബാൾഡിസം, PIEBALDISM. അതൊരു ഓട്ടോസോമൽ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവിടെയും ഡീപ് പിഗ്മെന്റേഷൻ ആണ് നമ്മൾ കാണുന്നത്. അത് പലപ്പോഴും ടീനിയ വെർസിക്കുലറോ അങ്ങനെയുള്ള ഏതെങ്കിലും ചുണങ്ങോ അല്ലെങ്കിൽ ഫംഗസ് ഗ്രോത്തോ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഒരവസ്ഥയാണ്. അപ്പൊ എന്നാൽ ഡീപ്പായിട്ടുള്ള ഡീപ്പ് പിഗ്മെന്റേഷൻ അല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള ഡിസ്കളറേഷൻ, വൈറ്റ് ഡിസ്കളറേഷൻ ആയിരിക്കും നമുക്ക് ദർശിക്കാം. അതേപോലെ തന്നെ ചിലരിൽ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസോ അതല്ലെങ്കിൽ തൈറോയിഡിസം, അതായത് ഓട്ടോഇമ്യൂൺ മീഡിയം ഉള്ള ഏതെങ്കിലും ഒരു തൈറോയ്ഡ് രോഗം ഉള്ളതായിട്ട് കാണാവുന്നതാണ്. പക്ഷെ അവരുടെ ഈ ഡീപ് പിഗ്മെന്റേഷൻ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും, ലോക്കലൈസ്ഡ് ആയിരിക്കും. ദെൻ ട്യൂബറസ് സ്ക്ലെറോസിസ്, അവിടെ ഓവൽ അതല്ലെങ്കിൽ പോളിഗണൽ ഡീപ് പിഗ്മെന്റേഷൻ ആണ് കാണുന്നത്. അതും വളരെ വൈറ്റ്നെസ് വളരെ കുറവായിരിക്കും, എങ്കിലും വേർതിരിച്ചറിയാവുന്ന സാധാരണ സ്കിന്നും ഈ ഡിസ്കളറേഷനും അല്ലെങ്കിൽ വൈറ്റ്നെസ്സും വേർതിരിച്ചറിയാവുന്ന രീതിയിൽ തന്നെയായിരിക്കും ആ പിഗ്മെന്റേഷൻ നമുക്ക് ദർശിക്കാവുന്നതാണ്. അപ്പൊ അത് എക്സ്റ്റേണൽ കാണുന്ന ഒരു അടയാളം മാത്രമാണ്. ഇന്റേണലായിട്ട് ട്യൂബറസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രെയിനിലെ പാരൻകൈമയില് ഗ്രോത്ത് ഉണ്ടാകുകയാണ്, ട്യൂബറക്കിൾസ്. അപ്പൊ എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു, ഞാനത് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫോട്ടോസ്, കുട്ടിയുടെ ഫോട്ടോസ്, ഡീപ് പിഗ്മെന്റേഷന്റെ ഫോട്ടോസ്, പിന്നെ ചികിത്സന് ശേഷം ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ ഒരു വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോ? ധനേഷ് ഡോക്ടറിനകത്തുണ്ട്. ധനേഷ് ഡോക്ടറിലെ ഷെയർ ചെയ്ത് അതെ ധനേഷ് ഡോക്ടറെ, ഞാനിപ്പോ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കട്ടെ. ഞാൻ ഇപ്പൊ നെറ്റ് പെട്ടെന്ന് പോയി, ഞാൻ ഔട്ടായി പോയി. ഹോസ്റ്റ് ആണോ ഡോക്ടറെ? ഹോസ്റ്റ് ആണ്. ശരി ശരി. അപ്പൊ വിട്ടുപോയ കേസുകൾ ഇത് അത്രേ ഉള്ളൂ, ഡീപ് പിഗ്മെന്റേഷൻ ആൻഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ. ഇനി ആ കേസിനെ കുറിച്ചാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, 1-2 ഡോക്ടേഴ്സ് ഇങ്ങനെ ടിപ്സ് ചോദിച്ചിരുന്നു എന്താ ക്ലിനിക്കൽ. അപ്പൊ അങ്ങനെ ഈ കേസുകൾ ഒരിക്കലും ഒരു ടിപ്പായിട്ട് പറയാനോ ഒരു മെഡിസിൻ പറയാനോ പറ്റില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ കാണുന്ന ഒരു ലോക്കൽ മലാഡി അല്ലെങ്കിൽ ഒരു ഡീപ് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെങ്കിൽ പോലും വളരെ സീരിയസ് ആയിട്ടുള്ള ഇന്റേണൽ ഡിസീസ് അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വളരെ കരുതലോടുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് എടുത്ത് റെപ്പർട്ടറൈസ് ചെയ്ത് ഒരു മെഡിസിനിലേക്ക് എത്തണം. അതായത് ഞാനിപ്പം ഒരു കേസിന് ലൈക്കോപോഡിയം കൊടുത്തുകൊണ്ട് ഒരിക്കലും മറ്റൊരു കേസ് വന്നു കഴിഞ്ഞാൽ ലൈക്കോപോഡിയം ഷൂട്ടാകില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഒരു ടിപ്സിന്റെ പുറകെ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ആ കേസ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുമെന്ന് വിചാരിക്കും.
സാറെ കേസ് പറഞ്ഞു സാറേ, ഞാനൊന്ന് നോക്കട്ടെ. ആ ശരി ശരി. കേസ് 1 ഒരു 45 വയസ്സ് പ്രായമുള്ള ഒരു പോലീസുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ തൊറാസിക് പാർട്ട് കംപ്ലീറ്റ്, ബാക്ക് പാർട്ട് കംപ്ലീറ്റ് വളരെ തിക്കായിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിരുന്നു. അപ്പൊ കുറേശ്ശെ ചൊറിച്ചിലുമുണ്ട്. അപ്പൊ അത് കണ്ടുബോധ്യപ്പെട്ടെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. അപ്പം ഇദ്ദേഹത്തിന് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, മോഷന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ ത്രോട്ടിൽ ഒരു സെൻസേഷൻ, എന്തോ കരുവേപ്പിലയോ അങ്ങനെ ഏതോ സ്ഥിരമായിട്ട് ഇരിക്കുന്ന പോലെ ഒരു സെൻസേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല പുള്ളി ഒരു ശരിക്കും ഒരു അരിസ്റ്റോക്രാറ്റിക്, പഴമയോട് കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരാള്. യെസ്, 4th വൺ ആദ്യം കാണിക്കണം. 4th വൺ നോട്ട്, അത് ആദ്യത്തത് അല്ലേ? അല്ലല്ല, ഇത് പിഗ്മെന്റേഷൻ അതല്ല, അത് ക്യൂർ ആയതാണ്. ദാറ്റ് വൺ. പക്ഷെ അതെ അതെ, ഇതായിരുന്നു അവസ്ഥ. അപ്പം ഇദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റേറ്റും ബാക്കിയുള്ള അബ്ഡോമൻ ആൻഡ് ത്രോട്ട് ഇങ്ങനെ ഒരു സെൻസേഷൻ ഒക്കെ ഉണ്ട്. ഇതെല്ലാം കണക്കാക്കിയാണ് ഞാൻ ലൈക്കോപോഡിയമാണ് സെലക്ട് ചെയ്തത്. ലൈക്കോപോഡിയം 10 അത് ഒരു 20 ഡേയ്സിൽ ഒരു ഡോസ് വെച്ച് കൊടുത്തു. ഒരു 4 ഡോസ് കഴിഞ്ഞപ്പോൾ അതിന്റെ ക്യൂർ ചെയ്ത ഒരു ഭാഗമാണ് ആദ്യം കാണിച്ചത്. അതായിട്ട് അതാണ്. പിന്നെ മറ്റൊരു കേസ്, ഒരു മെലാനോമ എന്ന് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു കേസാണ്. യെസ്, ദാറ്റ് വൺ. അതും വളരെ തിക്കായിട്ടുള്ള ബ്ലാക്ക് പിഗ്മെന്ററി തന്നെ ആയിരുന്നത്. പക്ഷെ ഇതിന്റെ ഈ സ്റ്റേറ്റ് എല്ലാം കണ്ടുകൊണ്ട് 2G നമുക്ക് കൊടുത്തത്. അത് റെഡ്യൂസ് ചെയ്തു വരുന്നുണ്ട്. അത് കംപ്ലീറ്റ് മാറിക്കഴിയുമ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഫോട്ടോ കാണിക്കുന്നതായിരിക്കും. ഒരു മെലനോമ അല്ല, ടെസ്റ്റ് എല്ലാം നടത്തി മെലാനോമ അല്ല എന്ന് ബോധ്യപ്പെട്ടു. പിന്നെ മറ്റൊന്നത് ട്യൂബറസ് സ്ക്ലിറോസിസ് ആണത്. ഒരു കുട്ടി, യെസ്, കാണുന്നതാണ് പാട്. അതിപ്പം ഫെയ്ഡ് ആയതാണ്. നേരത്തെ കുറച്ചുകൂടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നത്. അപ്പം 33 ട്യൂബർക്കിൾ അതിന്റെ ബ്രെയിനിലുണ്ട്, 33 ട്യൂബർക്കിൾസ്. അപ്പൊ ഈ കുട്ടി 10-12 പ്രാവശ്യം കൺവൾഷൻ ഉണ്ടാകുമായിരുന്നു. മാത്രമല്ല കുട്ടിയെ ഒരു ഭയം, എപ്പോഴും ഒരു ഭയം നിലനിർത്തും. അമ്മ എപ്പോഴും കൂടെ വേണം, വെളിച്ചം വേണം, അല്ലെങ്കിൽ എടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുത്തെങ്കിലും ഇരിക്കണം. അപ്പൊ ഈ സിംറ്റം വെച്ചുകൊണ്ട് സ്ട്രമോണിയം 1 വീക്കിലി 1 ഡോസ് വെച്ചാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഏതാനും ഡോസിന് ശേഷമുള്ള ഒരു വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. ഇടാമോ? ഒരു മിനിറ്റ് സാർ, ഇപ്പൊ ഇടാം. ശരി ശരി സാർ. ഹലോ ഡോക്ടർ സാർ, ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളെ കണ്ണൊന്ന് താഴോട്ടേക്ക് നോക്കുന്ന പോലെ ഉണ്ട്. അപ്പൊ ഇപ്പോ കുറെ പ്രാവശ്യം ചെറുതായിട്ടൊരു ജർക്ക്, ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് എങ്ങനെ ആവുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ചെറുതായിട്ട് പല പ്രാവശ്യം ആവുന്നില്ല. ഇതുപോലെ ഇപ്പൊ ഈ വീഡിയോയിൽ കണ്ട പോലെ ഒരു ദിവസം 2 പ്രാവശ്യം എന്നുള്ള രീതിയിലാണ് ആവുന്നത്, 2-3 പ്രാവശ്യം. അത് പലപ്പോഴും ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോഴാണ് ഇങ്ങനെ ആവുന്നത്. യെസ്, അത്രേ ഉള്ളൂ. അപ്പൊ കുട്ടി മാനസികമായിട്ടും കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പാട്ടുകൾ, നഴ്സറി, 4 വയസ്സുണ്ട്, നഴ്സറി റൈംസ് ഒക്കെ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ എപ്പോഴും ഭയം തന്നെയായിരുന്നു, മുഖത്ത് ഭയം തന്നെയാണെന്ന് പ്രകടിപ്പിച്ചിട്ടിരുന്നു. അപ്പൊ ആ സിറ്റുവേഷനിലെ മാറി ഇടയ്ക്ക് അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ വിട്ടു നിൽക്കാനും
ഇടയ്ക്ക് റൈംസ് പാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്രയും ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ട്യൂബറസ് സ്ക്ലെറോസിസ്. അപ്പൊ അവിടെ നമ്മൾ ആ കുട്ടിക്ക് പുറമെ കണ്ടത് ആ ഒരു വൈറ്റ് പാച്ച് മാത്രമായിരുന്നു. പിന്നെ മറ്റൊരു കേസ് ഒരു വിറ്റിലിഗോ. അതൊരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു, 42 വയസ്സുള്ള ഒരു ഇലക്ട്രീഷ്യൻ. അപ്പൊ അദ്ദേഹം കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്. അപ്പൊ ഇത് ഇയാൾക്കൊരു പ്രശ്നമേ അല്ല, അത് സിമെട്രിക്കൽ അല്ല പാച്ചസ്. 2 കൈക്കും 2 കാലിലും പിന്നെ താടിക്കും ചെസ്റ്റില് തൊറാസിക് ഏരിയയിലൊക്കെ ഇങ്ങനെ വൈറ്റ് പാച്ചസ് അല്ലെങ്കിൽ വിറ്റിലിഗോ അതിന്റെ സ്പോട്ടുകളുണ്ട്. പക്ഷെ ഇയാളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, ഇയാൾ അത് കെയർ ചെയ്യുന്നു. അങ്ങനെ ഞാൻ കലൂര് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങേർക്ക് എല്ലാ സിസ്റ്റവും ഭംഗിയായിട്ട് തന്നെ പ്രവർത്തിക്കും. റെസ്പിറേറ്ററി സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ല, എല്ലാം ഭംഗിയായിട്ട് തന്നെ പോകും. അപ്പോൾ ആദ്യത്തെ ഞാൻ വെറുതെ പ്ലാസ്മ കൊടുത്തു വിട്ടു. 2ാമത്തെ സിറ്റിങ്ങിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. 3ാമത്തെ സിറ്റിങ്ങിൽ വൈഫിനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ വൈഫിനെ കൊണ്ടുവന്നു. വൈഫിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറെ കുറിച്ച് ബോധ്യപ്പെട്ടത്. ഇയാളൊരു സഞ്ചാരപ്രിയനാണ്. മാത്രമല്ല പള്ളി കാര്യങ്ങളിലൊക്കെ ഇടപെടും, പിന്നെ ചാരിറ്റി, മറ്റു സോഷ്യൽ വർക്ക്, ഇതിലൊക്കെ കാര്യമായിട്ട് ഈ സൺഡേയിലൊക്കെ അതിനൊക്കെ പോകും. ബാക്കി 6 ദിവസം ജോലി. അപ്പൊ 7ാമത്തെ ദിവസം ഈ ചാരിറ്റി പ്രവർത്തനവും സോഷ്യൽ വർക്കിനൊക്കെ ആയിട്ട് മാറ്റി വെക്കും. മാത്രമല്ല ഈ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ ടൂറുകളൊക്കെ സംഘടിപ്പിക്കാനും ഒക്കെ ഇദ്ദേഹം തൽപരരാണ്, കുടുംബത്തോട്, സകുടുംബത്തോട്. അപ്പൊ ഇതാണ് എനിക്ക് ആകെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വൈഫിൽ നിന്ന് കിട്ടിയത്. ഈ ഇത് വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ഫോസ്ഫറസ്, ഏതായാലും ഫോസ്ഫറസ് ആക്ട് ചെയ്തു. ഏതാണ്ട് 1.5 വർഷത്തെ ചികിത്സ. ഞാനിത് നേരത്തെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമല്ല, ഒരു കൊല്ലം മുമ്പ്. അതാണ് എടുത്ത് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ മറ്റ് സിംറ്റംസ് അല്ല, ഇദ്ദേഹത്തിന്റെ ഈ പ്രത്യേക രീതിയിലുള്ള ക്യാരക്ടർ വെച്ചുകൊണ്ടാണ് ഞാൻ ഫോസ്ഫറസ് സെലക്ട് ചെയ്യുന്നത്. അത് ഫലിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, സാധാരണ നമ്മൾ ഇത് ആ സൾഫ്യൂരിക് ASF വെറുതെ ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യകാലത്ത് കൊടുക്കുമായിരുന്നു 3x കൊടുത്ത്. 2 പേർക്ക് അത് നെഗറ്റീവ് ആയിട്ടാണ് കണ്ടത്. ഒരാൾക്ക് യൂറിത്രൈറ്റിസ് ഡെവലപ്പ് ചെയ്ത്, മറ്റൊരാൾക്ക് ഈ ഇറിറ്റോൾ ബ്ലാഡർ ഡെവലപ്പ് ചെയ്തു. അതോടുകൂടി ഞാൻ ഇതിന്റെ ഉപയോഗം, അത് 3x ആണെന്ന് കൊടുത്തത്, ഇപ്പോഴല്ല 19 വർഷത്തിന് മുമ്പുള്ള കാര്യം. അതോടുകൂടി അതിന്റെ കാര്യം നിർത്തി. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പൊ ഇതിനൊരു പ്രത്യേക മെന്റൽ സിംറ്റം ASF. അത് ഈ ഫ്ലൈറ്റിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫ്ലൈറ്റ്, അതായത് ഹോവറിങ് അല്ല, അസേറിയത്തിന്റെ ഹോവറിങ് അല്ല, ശരിക്കും ആക്ച്വൽ ആയിട്ടുള്ള ഇങ്ങനെ പറക്കുന്നതും പരന്ത് പറക്കുന്ന പോലെ അതുപോലെ പറക്കണമെന്നുള്ള ആഗ്രഹവും അല്ലെങ്കിൽ ഭാവനയെ കൂടി ഇങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു മാനസികാവസ്ഥയുള്ള 1-2 പേർക്ക് എൻ്റെ ഇത്രയും കാലത്തെ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് മാത്രമേ ഞാൻ ഈ ASF കൊടുത്തിട്ടുള്ളൂ. അത് 200 പൊട്ടൻസിക്ക് മേലെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഫലം ചെയ്തിട്ടുണ്ട്. മെഡിസിൻ ഏതാ പറഞ്ഞത്? ആഷ് സൾഫ്യൂരിക്കം ഫ്ലേവർ. ASF എന്ന് പറഞ്ഞു. ഓക്കെ. ഏതായാലും ഇന്നത്രയും സ്റ്റോക്ക് ഉള്ളൂ. ഇനി എന്തെങ്കിലും നമ്മൾ ചർച്ചയിലേക്ക് പോകാമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്, എടുത്തു പറയാനുള്ളത് ഇതാണ്. ഈ പിഗ്മെന്റേഷൻ ആണ് ശരി, ഡീപിഗ്മെന്റേഷൻ ആണ് ശരി, അത് ലോക്കൽ മലാഡി ആയിട്ട് ഒരിക്കലും കാണരുത്. കാര്യമായിട്ട് തന്നെ കേസ് എടുക്കണം. കാരണം വിറ്റിലിഗോ ആണെങ്കിൽ അത് ജീൻ ലെവൽ വരെ എത്തുന്ന കേസാണ്. അപ്പൊ അത് കാര്യമായിട്ട് തന്നെ കേസ് എടുത്ത് റെപ്പർട്ടറൈസ് ചെയ്ത് വീണ്ടും ആ ഡ്രഗ് വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ. അത് ഹൈലൈറ്റ് ചെയ്യാനാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശ്രമിച്ചത്. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും സാറ് ഇനി എല്ലാ സംശയങ്ങൾ വരും. ഇപ്പൊ മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്.
തീർച്ചയായിട്ടും എന്തായാലും വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഇതാണ് നമുക്ക് ഒരു ലെജൻഡ് എന്ന വാക്ക് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും സാറ് ആ ഒരു ലെവലിലേക്ക് ഓരോ കേസുകളെ എത്രത്തോളം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഒരു മരുന്നിലേക്ക് എത്തുന്നുള്ളതാണ്. വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡറി ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്ന നിലയ്ക്ക് നമുക്ക് ടിപ്സും ഗ്ലൂ ഒക്കെ ആശ്രയിച്ച് മെഡിസിൻ കൊടുക്കാം. പക്ഷെ ജെയിംസ് പോൾ സാറിനെ വ്യത്യസ്തനാക്കുന്നത് സാറിന് അന്വേഷിക്കാനുള്ള ഒരു സാറിന്റെ പ്രൊഫഷൻ തുടങ്ങിയത് തന്നെ എങ്ങനെയാണല്ലോ, ഇതിലുള്ള പലർക്കും അറിയായിരിക്കും. സാറിന് ഒറിജിനലി എന്തായിരുന്നു, റേഡിയോഗ്രാഫറുടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ക്യാൻസർ പേഷ്യന്റിന് RP പട്ടേൽ സാർ, ചൈൽഡ് ഡോക്ടറെ കുറിച്ച് അറിയില്ലായിരിക്കും. RP പട്ടേൽ സാറിന്റെ മെഡിസിൻ കഴിച്ചിട്ട് ഈ അമേരിക്കയിൽ പോകണം എന്ന് പറഞ്ഞ പേഷ്യന്റ് സാറ് വരച്ച് രക്ഷപ്പെട്ട് ബസ് സ്റ്റാൻഡ് നിൽക്കുന്നുണ്ടപ്പോൾ സാറ് ചോദിക്കുകയുണ്ടായി, എങ്ങനെ അമേരിക്ക പോയോ? ഇല്ല. പിന്നെ എന്ത് ചെയ്തു? ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു. എവിടെ നിന്ന്? RP പട്ടേൽ സാറിന്. അങ്ങനെ സാറ് പട്ടേൽ സാറിനെ അന്ന് തന്നെ പോയി കണ്ടതും പുസ്തകം വാങ്ങിച്ചതും പഠിച്ചതും പിന്നീട് കുറിച്ചിയിലൊന്ന് പഠിച്ചതും ഒക്കെ ഒരു വലിയ ചരിത്രമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ ഹോമിയോപ്പതിയിൽ നമ്മുടെ പൊതുവെയുള്ള ആൾക്കാര് ഹോമിയോപ്പതിയുടെ പാഷൻ ഉള്ളവരെ വ്യാജൻ എന്ന് വിളിച്ച് അവഹേളിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം പൊതുവെ ഉണ്ട്. യഥാർത്ഥത്തില് ഈ ഹോമിയോപ്പതി ഒരു ഇത്രയും ഒരു ബൃഹത്തായ ശാസ്ത്രത്തെ ഏതെങ്കിലും അറ്റവും മൂലമൊക്കെ പഠിച്ചൊരു ക്വാളിഫിക്കേഷൻ പേപ്പറിൽ ക്വാളിഫിക്കേഷൻ കിട്ടിയാൽ പറയാൻ പാടുണ്ടോ? ഇല്ല. ഇപ്പൊ സാറിനെയൊക്കെ പോലുള്ളവര് ഒരു പക്ഷേ ഈ കുറിച്ച് പോയി പഠിച്ചില്ലെങ്കിൽ പോലും നമ്മളെക്കാൾ ഇത്ര ഉയരത്തിലാണെന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഒരിക്കലും അത്തരം എന്റെ കൂടെ ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവസാനം പുള്ളിയെ അപ്രീഷിയേറ്റ് ചെയ്ത് വെച്ചാല് ഞാൻ അവിടുന്ന് വന്നപ്പോൾ പുള്ളിക്ക് സ്റ്റെതസ്കോപ്പ് വാങ്ങിച്ചു കൊടുത്തു. കാരണം ഒരുപാട് വായിക്കുന്ന ആൾക്കാരുണ്ട്. സാറ് പറഞ്ഞ ഓരോ കേസും കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് ഒരു മരുന്ന് കൊടുക്കുക, അതിനെ പാഷനാക്കി മാറ്റുക. സാറിന്റെ ഏജ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപാരമാണ്. നമിക്കുകയല്ല ഒന്നും പറയാനില്ല സാറ്. ചർച്ച തുടങ്ങി വെക്കാൻ വേണ്ടി ഇടപെടുന്നേ ഉള്ളൂ. ഉജ്ജ്വലമായിട്ട്. എന്തായാലും സാറ് ഏത് തൊലിപ്പുറത്തുള്ള രോഗങ്ങളായാലും അതിനെ സൂപ്പർഫിഷ്യലായിട്ട് കാണാതെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ഇപ്പൊ തൊലിപ്പുറത്ത് നമ്മൾ ചിലപ്പോൾ നിസ്സാരമായി കണ്ട് മരുന്ന് കൊടുക്കും. ഇപ്പൊ എന്തായാലും ഒരു ചെറിയ പേടി തോന്നിയാണ്. എന്തായാലും ഒരു കരുതൽ വേണം. സൂപ്പർഫിഷ്യലായിട്ട് വിട്ടാൽ പോരാ, ടോട്ടൽ കേസ് എടുക്കണം. അത് വേറെ ഏതെങ്കിലും അസുഖത്തിന്റെ ഭാഗമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം എന്നൊക്കെയുള്ള തിരിച്ചറിവുകളാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും വളരെ നല്ല കാര്യം സാറ്. നമ്മൾ ശ്രദ്ധിക്കാതെ വിടരുതല്ലോ ഒരു കേസും. അതൊരു അനുഭവം എന്തായാലും കിട്ടി. അടുത്തത് നമ്മളെ എന്താണ് സാറിനോട് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഡോക്ടർ രമാദേവി അമ്പാടി മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാഡം പറയണം. ഹാൻഡ് റൈസ് ചെയ്ത് താടിക്ക് കൈയും കൊടുത്തിട്ടുണ്ട്. മനോജിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത്. സത്യമാണ്. കാരണം നമുക്കുള്ള അതിന്റെ ഒരു 100 ഇരട്ടി അവര് ആർഡന്റാണ് ഇത് ഹോമിയോപ്പതി പഠിക്കാനായിട്ട്. എനിക്ക് എത്ര പേരെ അറിയാം, ഒത്തിരി പേരെ എനിക്കറിയാം. അവരെല്ലാം ഈ ഹോമിയോപ്പതി എന്താ പറയുന്നത്, അങ്ങ് അവര് ഒരു പാഷനാണ് അവർക്ക്. നമുക്കൊരു എന്താ പറയുന്ന ഒരു പ്രൊഫഷനാണ്, പക്ഷെ അവർക്ക് പാഷനാ. പിന്നെ ജെയിംസ് പോളിനോട് എനിക്കൊരു ഇത് വെച്ചാൽ, ജെയിംസ് പോളെ ഈ ആൾസർ ഫ്ലേവിനെ പറ്റി പറഞ്ഞില്ലേ, അത് ഏത് പോല അങ്ങനെ ഒരു ഫ്ലൈറ്റിനോട് ഇത് ടെൻഡൻസി എവിടെ വായിച്ചേ അറിയാമോ? കൺസൈസ്ഡ് മെറ്റീരിയൽ മേടിക്കാം. എന്താ കൺസൈസ്ഡ് മെറ്റീരിയൽ മേടിക്കുക? ഐ സി. ഹെറിങ്ങിന്റെ ആണോ? ഏതാണ്? ഹെറിങ്ങിന്റെ. ഓ, അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാട്ടോ ജെയിംസോളെ. ഇത് കേട്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞാല്. വെരി ഗുഡ്. ഓക്കെ, നന്നായിരുന്നു. നല്ല പ്രസന്റേഷൻ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് ഇനിയും വരിക. ഓക്കെ. ഒരു സംശയം, ഈ കൺസൈസ്ഡ് മെറ്റീരിയൽ മേടിക്കുകയും ഈ ഹെറിങ്ങിന്റെ ഗൈഡിങ് സിംപ്റ്റംസ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് എങ്ങനെ കൺസൈസ്ഡ് ആക്കി മാറ്റിയത് എനിക്ക് അറിയില്ല സാർ. അല്ല, അതങ്ങ് കൺസൈസ് ചെയ്തതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഗൈഡിങ് സിംപ്റ്റത്തിൽ ഇത് സിംപ്റ്റം കാണും അല്ലേ സാറേ? അതെ. ഓക്കെ. പക്ഷെ അതിലില്ലാത്ത ഒരു സിംറ്റം, പിന്നെ ഹെറിങ്ങിന്റെ പ്രൂവിങ് ഇല്ലാത്ത ഒരു സിംറ്റം കൺസൈസ്ഡ് മെറ്റീരിയൽ മേടിക്കാൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ആർണിക്കയുടെ ഒരു സിംറ്റം. എന്താണ് സാർ അത് സിംറ്റം? അതായത് സിംറ്റംസ് ഗോസ് വിത്ത് ദ മൂൺ. അത് വളരെ പ്രമാദമായ കേസായിരുന്നു. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 1-2 ഡോക്ടേഴ്സിന്റെ അച്ഛൻ പൊക്കന്നായിരുന്നു.
അദ്ദേഹത്തിന് ഞാൻ മാഹിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വന്നത്. മാസം മാസം ഒരു വെളുത്ത മാവിന് 2-3 ദിവസം മുമ്പേ അഡ്മിറ്റ് ആവും. പീക്ക് ആകുന്നത് മാവിന്റെ എന്നാണ്. പിറ്റേ ദിവസം മുതൽ കുറയും, 2-3 ദിവസം ആകുമ്പോൾ അത് കുറയും. അത് ഒരു ഇഡിയോപ്പതിക് നീർക്കെട്ട് എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് പൾമണറി ഇഡിമ എന്നാണ്, പക്ഷെ നീർക്കെട്ടെന്ന് ചിലർ പറയുന്നത് പൾമണറി ഇഡിമ. ഏതായാലും ഇഡിയോപ്പതിക്കാണ് സംഭവം. എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒത്തിട്ടില്ല. ഇങ്ങനെ മാസം മാസം അഡ്മിറ്റ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞാനത് പല മാർഗങ്ങൾ നോക്കിയിട്ടുണ്ട്. ഈ സോമലതയൊക്കെ നീലാനദിയുടെ വടക്കേ തീർന്നു സോമലത ശേഖരിച്ചത് ഇടിച്ചു പിഴിഞ്ഞ് ടിഞ്ചറാക്കിയൊക്കെ കൊടുത്തു. പക്ഷെ അതെല്ലാം പരാജയം. ലാസ്റ്റ് ആണ് ഈ മെഡിക്കാനകത്ത് കിടക്കുന്ന സിംറ്റംസ് ഗോസ് വിത്ത് മൂൺ ആർണിക്ക കൊടുത്ത് അദ്ദേഹത്തിന് സുഖമായി. നമ്മുടെ രമാദേവി ഡോക്ടർ എൻ്റെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാറിനെ ഒരു കേസ് ഷെയർ ചെയ്യും ഇപ്പോഴേ, അതൊന്ന് നോക്കിയിട്ട്. സലീംകുമാർ ഡോക്ടറുടെ ഒരു പടമാണ്. ഓക്കെ. താങ്ക് യു ജെയിംസ്. ഇങ്ങനെയൊക്കെ ഇൻസ്പയർ ചെയ്താൽ എല്ലാവരും ഒന്ന് ഇൻസ്പയർഡ് ആവും. സത്യം പറഞ്ഞ വായിക്കാനും ഒക്കെ ഉള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടും. താങ്ക് യു എല്ലാവർക്കും. അടുത്ത് സലീം കുമാർ ഡോക്ടറുടെ ഒരു സംശയമാണെന്ന് തോന്നുന്നു. അനീഷ് ഡോക്ടർ സ്ക്രീൻ ഷെയർ ചെയ്യാണ്, എന്താന്ന് നോക്കാം. ഒന്നുകൂടെ എൻലാർജ് ചെയ്ത് കാണിച്ചു. അറിയാണ്ടല്ലോ. കാണണോ സാറേ? കണ്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേ. സലീംകുമാർ ഡോക്ടറെ ഹാൻഡ് റൈസ് ചെയ്ത് ചോദ്യം ചോദിച്ചോളൂ, എന്താ സംശയം എന്നുള്ളത്. ഇതാണ് സംഭവം അല്ലേ? അപ്പൊ യൂറിക് ആസിഡിന്റെ ലെവലൊക്കെ എങ്ങനെയാണ്? ആമവാദം എന്നാണ് ഇത് ഇവർ പറയുന്നത്. ആമവാദം. യൂറിക് ആസിഡ് ലെവൽ എങ്ങനെയാണ്? സലീം കുമാർ ഡോക്ടർ ഉണ്ടോ? അല്ല, എനിക്ക് ഇപ്പോഴാണ് സംസാരിക്കാൻ പറ്റിയത്. അതെ ഡോക്ടറെ, ഈ പുള്ളിക്ക് ഒരു അസുഖമുള്ളതായിട്ട് അറിഞ്ഞൂടാ. പക്ഷെ ഇങ്ങനെ ഈ കളർ ഇങ്ങനെ കയറി വരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരൊന്നും തിരിഞ്ഞില്ല. അയാളെ കൊണ്ട് ഇനി യൂറിക് ആസിഡ് ഒക്കെ ഉണ്ടാകുന്ന ചെക്ക് ചെയ്യാം. അയാൾക്ക് ഒരു രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോയി, അമ്പലത്തിൽ പോയി കറങ്ങി തിരിഞ്ഞ ഒരു കടയെ കാണുന്ന ആളാണ്. വേറെ അയാൾക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് അയാൾക്ക് തന്നെ പറയാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും അസുഖം വെച്ചിട്ട് എനിക്കൊരു രോഗമില്ല, നീ കാണോ മാത്രമേ ഉള്ളൂ, ഇതിനെല്ലാം നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ കണ്ടുമുട്ടുന്നതാണ്. പിന്നെ ഒരു 10-12 വർഷം ഭാര്യ തളർന്നിരുന്ന ഭാര്യയെ ഭംഗിയായി നോക്കി അവര് മരിച്ചു. ഇപ്പോഴും അയാള് ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്ന, മക്കള് വേറെ സ്ഥലത്തുണ്ട്. എന്നാൽ പോലും അങ്ങനെയൊക്കെ യാതൊരു പരാതിയില്ലാതെ അങ്ങനെയൊക്കെയുള്ള മനുഷ്യനാണ്. ഒരു സ്ട്രോക്ക് വന്ന ഭാര്യയെ 10-12 വർഷം ഭംഗിയായി പരിചരിച്ചു ഒരു ആയിട്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാ. ആരുടെ സഹായമില്ലാതെ. അത് വെരിക്കോസ് വെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുമോ? അയാളെ കാലയിൽ വെയിൻ പ്രോമിനന്റ് ആണ്, പക്ഷെ വെരിക്കോസിറ്റി എന്ന് പറയാൻ പറ്റില്ല. പുള്ളി എൻകറേജ്മെന്റ്. അതെ അതായത് ചോദിച്ചാൽ അങ്ങനെയുള്ളൂ. വെരിക്കോസിറ്റി ആണെങ്കിലും ബ്ലാക്ക് ഡിസ്കളറേഷനാ വരുന്നത്, ലാക്ക് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ. ഇതൊന്നല്ല, സർക്കുലേഷൻ എല്ലാം ഓക്കെയാണ്. ഇൻസ്റ്റെപ്സ് എല്ലാം ശരിക്കും ബ്രൈറ്റ് ആയിട്ട് തന്നെ കാണുന്നു. അപ്പൊ പിന്നെ ആ ലെഗ് ആ ഭാഗത്ത് 2 ഭാഗത്തും ഇങ്ങനെ ഒരു ബ്രൗണിഷ് ഡിസ്കളറേഷൻ കാണും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ഞാൻ വേണമെങ്കിൽ ചോദിച്ചിട്ട് പുറകെ പറയാം. അല്ലാതെ മറ്റേ യൂറിക് ആസിഡ് ഉണ്ടെന്നൊന്നും പുള്ളി ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല. നല്ലതാണ്. അത് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നീങ്ങാം. അതല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ യെല്ലോ ആൻഡ് ബ്രൗണിഷ് കളർ പറയുന്നത് സെപ്പിയാണ്. അത് മനസ്സിൽ തോന്നിയുള്ളൂ, സെപ്പിയയുടെ ഇതുപോലെ. ഒരു കേസ് കൂടെ ഇനി ജയലളിത ഡോക്ടറെ ഉണ്ടേ. ശരി. ജയലളിത ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിച്ചു, ചോദ്യം ചോദിച്ചത്.
ജയലളിത ഡോക്ടർ ഉണ്ടോ? ജയലളിത ഡോക്ടറുടെ ആ സംശയമാണെന്ന് ധനേഷ് ഡോക്ടർ കാണിക്കുന്നത്. എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതാണ്. ഡോക്ടറെ, ഇതൊരു പെൺകുട്ടിയുടെ കേസാണിത്. 25 വയസ്സുള്ളത്. ആ കുട്ടി 2 വീലറിന് പോയപ്പോ എന്നാണ് സംശയം പറയുന്നത്. എനിക്ക് തോന്നുന്നു വല്ല പ്രാണി വന്ന് മേത്തിരുന്നതോ എന്തോന്ന് അറിയില്ല. അവിടെ ഒരു വട്ടത്തിലൊരു പാട് കണ്ടോ, കഴുത്തിന്റെ താഴെ ആയിട്ടാണത്. അപ്പൊ അതിനൊരു പിന്നെ വെള്ളം തൊട്ട് കഴിയുമ്പോ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ കൈ എടുക്കാൻ തോന്നൂല അവിടെ നിന്നാണ് പറഞ്ഞത്. അതിന്റെ മീതെയായിട്ട് വാട്സ് ആണോ അതോ മറ്റേ പാലുണ്ണി പോലത്തെ ആണോന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഞാനത് തൂജ കൊടുത്തിട്ട് അത് കുറഞ്ഞു. മുകളിലത്തെ താഴത്തത് അതിന് കുറച്ച് വട്ടം വെച്ചിട്ട് ഭയങ്കര ചൊറിച്ചില്, കൈ എടുക്കാൻ തോന്നില്ലാന്ന്. പക്ഷെ കുളിക്കണ സമയത്ത് കുട്ടിക്ക് അത്രയും ചൊറിച്ചിലില്ല. മുഖം കഴുകുമ്പോ വെള്ളം കൊണ്ടാല് ചൊറിയുന്നുണ്ട്, പിന്നെ വേർക്കുമ്പോഴും ചൊറിച്ചിലുണ്ട്. ഇതാണ് പറഞ്ഞത്. അപ്പൊ മെൻസസ് ഇറഗുലർ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിപ്പോ അക്യൂട്ടായിട്ട് വന്നേക്കണ കേസാണ്. ഞാൻ സെപ്പിയ 200 ഒരു ഡോസ് കൊടുത്തിരുന്നു. അതിനുശേഷം കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷെ പിന്നത്തെ വിസിറ്റിന് വന്നപ്പോ അത് കുറച്ച് കൂടുതലായി. ചെറിയൊരു വെള്ളം പോലെ തോന്നണുണ്ടെന്ന് പറഞ്ഞു. ഇനി എങ്ങനെ മുന്നോട്ട് പോവാം? അപ്പം നമുക്ക് പകുതി സിംറ്റംസ് അല്ലേ കിട്ടിയുണ്ട്. ഇറഗുലർ മെൻസസ്. അത് പക്ഷെ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ പ്രൊലാക്റ്റിനോ അങ്ങനെയുള്ള സംഭവങ്ങള് സ്കാൻ ചെയ്തോ? അല്ല ഡോക്ടറെ, അത് മെൻസസ് ആയിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം കുട്ടി 2 വീലറിന് പോയപ്പോന്ന് ഡൗട്ട് പറയുന്നു. അപ്പൊ എന്തെങ്കിലും പ്രാണികൾ വന്നിരുന്നതിന് ശേഷം അതിന്റെ ഒരു ഇതുകൊണ്ട് വന്നതാണോ, എട്ടുകാലിയുടെ വല്ല ഇത് വന്നിട്ട് വന്നതാണോ എന്ന് ഡൗട്ട് ഉണ്ട്. മെൻസസ് ആയിട്ട് റിലേഷൻ ഇല്ല. എട്ടുകാലി വിഷം കൊണ്ടുണ്ടാകുന്ന ഇങ്ങനെ ഒരു സ്പോട്ടിൽ മാത്രമല്ല, ശരീരത്തിന്റെ പല സ്പോട്ടിൽ വരും. അത് മാത്രമല്ല, ഈ ഇങ്ങനെ ചെറിയ ചുറ്റുപാടേക്ക് ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുന്ന പൈരിഫോമിലും ചെറിയ ചെറിയ ഫിഷറാണ് അതിന്റെ അൾസർ. ഇത് എട്ടുകാലിയായിട്ടുള്ള ബന്ധമുണ്ടെന്ന് തോന്നില്ല. അപ്പൊ അത് പോയപ്പോ 2 വീലർ പോയപ്പോ പ്രാണി കടിച്ചതാന്നാ പറയുന്നത്. പക്ഷെ അത് തന്നെ ശരിയാണോന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇന്റേണലിന്റെ വല്ല എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ആണോന്ന് നമ്മള് തീർച്ച വരുത്തണം. ബന്ധമില്ലെന്ന് നമ്മൾ പറയാൻ പറ്റില്ലല്ലോ, ബന്ധം ഉണ്ടോന്ന് നോക്കണം. ഡോക്ടർക്ക് ഐഡിയ ഒന്നും ഇത് അങ്ങനെ നോക്കിട്ട് ചെയ്യണം എന്നാണോ പറയണത്? അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ. മനോജ് ഡോക്ടർ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. എന്താണ് മനോജ് ഡോക്ടർ സ്ക്രീൻ ഷെയറിംഗ് ക്ലോസ് ചെയ്യാമോ ഡോക്ടറെ? ഓക്കെ. ഇപ്പോ അല്ല, വേറെ ഒന്നുമല്ല, ഇപ്പം സാറ് പറഞ്ഞ ആർട്സ് സെൽഫ് ലൈവിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് നമ്മുടെ ഗൈഡിങ് സിംറ്റത്തിൽ പറയുന്നത് എങ്ങനെയാണ്? When walking, he felt as if dancing up and down, as if he must fly. When walking, അങ്ങനെ സെൻസേഷൻ, he must fly എന്നൊരു സെൻസേഷൻ ഉണ്ട്. ഇത് ശരിക്കും ഗൈഡിങ് സിംറ്റത്തിലുണ്ട് സാറേ. കൺവിൻസ്ഡ് മെറ്റീരിയൽ മെഡിക്കലല്ല, ഗൈഡിങ് സിംറ്റത്തിൽ വോളിയം 2 സാർ. യെസ്, വോളിയം 2 ഇതാ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, 10 വോളിയമാണ്. അതിന് സെക്കൻഡ് വോളിയത്തിൽ ഇത് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാർ ഫോർ ഇത് നോക്കാനൊരു കാരണമല്ല സാറിന്റെ ആ ഒരു. ശരിക്കും ഇതൊക്കെയാണ് IIPH നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതുപോലെ നമ്മുടെ ഈ മെറ്റീരിയൽ ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെറ്റീരിയൽ പഠിക്കുന്ന പറയുന്നത് യഥാർത്ഥത്തിൽ ഹിയറിംഗ് ഗൈഡ് സിംറ്റം ആണ്. പക്ഷെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും ആരും വായിക്കാറില്ല. നമുക്കെല്ലാം എനിക്ക് ഓർമ്മ ഐസക് സാറിന് ഒരു കേസ് ഒരിക്കൽ പറയാം, അസ്റ്റോസൈറ്റോമ കേസിൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ. കാരണം സാറ് പറയേണ്ട ഒരു പേഷ്യന്റ് തറയിൽ ചവിട്ടുമ്പോൾ കാല് തറയിൽ എത്തുന്നില്ല എന്നൊരു സെൻസേഷൻ ആ പേഷ്യന്റ് ഉള്ളത്. സാറ് ഹിയറിംഗിന്റെ ഗൈഡൻസ് മിനസ് വായിച്ചിട്ട് കൽക്കേറിയ അയോഡിലോ കാലിയോടെ അതൊന്നും കൽക്കേറിയാണെന്ന് തോന്നുന്നു, ആ മെഡിസിൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോഴത്തെ തലമുറയിൽ എത്ര പേര് അത്രത്തോളം വായിക്കാൻ തയ്യാറാവും എന്നുള്ളതാണ് ഒരു അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അതുപോലെ നീ പുസ്തകം വായിക്കാൻ അതിപ്പം വേറെ ഹാൻഡ് റൈസ് കൊണ്ട് ചോദിക്കുകയാണ്. കൽക്കേറിയ ആർട്സ് നമ്മുടെ ശോഭന രാമമോഹൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സാറ് സ്റ്റുഡന്റ് ആണെന്നല്ലോ. അപ്പൊ ലത്തീഫ് സാർ ഒരു കടുങ്കൈ കാണിച്ചു, നമ്മളോട് പറഞ്ഞു ഹിയറിംഗിന്റെ ഗൈഡിങ് സിംറ്റവും അലന്റെ എൻസൈക്ലോപീഡിയോടെ കമ്പയർ ചെയ്ത് ഈ ഗൈഡിങ് സിംറ്റത്തിൽ ഇല്ലാത്ത ഏത് സിംറ്റം എൻസൈക്ലോപീഡിയോടെ കണ്ടുപിടിക്കണമെന്ന്. അന്നത്തെ നമ്മുടെ ചെറുപ്പത്തിന്റെ ആവേശത്തിൽ നമ്മുടെ സാറുമായിട്ട് ഉടക്കിന്ന് പറഞ്ഞാല് ഒന്ന് 10 വോളിയം മറ്റേ 12 വോളിയം വായന നടക്കൂലല്ലോ. അവസാനം ഡിവൈഡ് ചെയ്ത് വാങ്ങിച്ചു. പക്ഷെ അന്നാണ് ആദ്യം എടുത്ത് വായിക്കുന്നത്. അപ്പൊ ലത്തീഫ് സാറിനെ ഇവിടെ ഓർമ്മിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും അതിനകത്ത് സാറ് പറഞ്ഞില്ല ലോക്കൽ മാലയുടെ കാര്യം.
സാർ ആ ആർട്ട് സെൽഫ് 3x അല്ലേ, അത് ശരിക്കും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ എന്തിനാ ആ ഒരു മാർഗത്തിലേക്ക് പോകുന്നത്? നമുക്ക് ഇത്രയും നല്ല പൊട്ടൻറ്റൈസ് മെഡിസിൻ ഉണ്ടല്ലോ. ഈ പറഞ്ഞ മധ്യാനർക്ക പ്രകാശം ഇരിക്കവേ കത്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടെന്ന് നോക്കിക്കൊണ്ടാണ്. നമ്മൾ അതിന്റെ ആവശ്യമില്ല. അത് സൂര്യപ്രകാശം ഉള്ളപ്പോ മിന്നാമിനെ ആശ്രയിക്കേണ്ട കാര്യം. അങ്ങനെ ടെൻഡൻസി ഒരുപാട് പേരിലുണ്ട്. അപ്പൊ നമ്മളത് ദയവ് തിരുത്തുക. കാരണം എനിക്കറിയാം, ഇപ്പൊ നമ്മുടെ ഈ റിങ്ങിന്റെ എല്ലാ കെൻ മെറ്റീരിയൽ മെഡിക്കല് ഒരു അബ്രോട്ടാനത്തിൽ പറയുന്നുണ്ട്, ലിനമെന്റ് അപ്ലൈ ചെയ്തിട്ട് ആർത്രൈറ്റിസ് എന്ന കേസുകൾ, ഹാർട്ട് അറ്റാക്ക് വന്നവരും പറയുന്നുണ്ട്. ഇപ്പൊ സപ്രഷൻ ഇറ്റ്സ് എ ഫാക്ട്. ഇത് ഹനുമാനും ചുമ്മാ പറയുന്നതല്ലല്ലോ, വളരെ സത്യസന്ധമായിട്ട് ജീവരക്തം കൊടുത്തുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഹോമിയോപ്പതി. അതിനകത്ത് ഓരോ വാക്കിന്റെയും വിലയും ഗുണവും അറിഞ്ഞവരല്ലേ നമ്മളെല്ലാവരും. അപ്പൊ തീർച്ചയായിട്ടും പൊട്ടൻറ്റൈസ് മെഡിസിനിലേക്ക് പോവുക, പരമാവധി ടിഞ്ചറുകൾ ഒഴിവാക്കുക. നേരത്തെ ഡോക്ടർ ബിന്ദു ബിയർ ആ SMA കേസ് 18 കോടിയുടെ മരുന്ന് കൊടുത്ത് ചികിത്സ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, കേസാണ്. ആ ഡോക്ടർ അത്ര ഭംഗിയായിട്ട് ആ കേസ് ട്രീറ്റ് ചെയ്യുന്ന ആലോചിച്ച് നോക്കുക. അവരെവിടുന്ന് പഠിച്ചു വെച്ചാൽ സ്വയം ആർജിച്ചതാണ്. നമുക്ക് അത്രയും വലിയ അധ്യാപകരും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണമുണ്ടാവും. നമ്മുടെ സാർ, എനിക്കൊരു സംശയമുള്ളതേ, നമ്മള് സ്കിൻ കംപ്ലൈന്റുകളിലെല്ലാം ഹൈപ്പോട്ടൻസി ഉപയോഗിക്കുന്ന ആവും സേഫ്, അങ്ങനെയാണോ സാർ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് സിംഗിൾ ഡോസ് കറക്റ്റ് ആയിട്ട് കേസ് എടുത്ത് ഹൈപ്പോട്ടൻസി. യെസ്. അപ്പൊ അതിനകത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു കേസ് എനിക്ക് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കണക്കാണ്, ഏത് മെഡിസിൻ കൊടുത്താൽ അഗ്രവേഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു കേസിൽ ഞാൻ അവസാനം സൾഫറിൽ ഏതോ മെഡിസിൻ ഓൾഫാക്ഷനിലാണ് കൊടുത്തത്. ഹനുമാൻ പറയുന്നൊരു മെത്തേഡാണത്. അതും അക്കോർഡിംഗ് ടു ഹനുമാൻ, നമ്മുടെ ഒന്നും അല്ല, നമ്മുടെ സ്വന്തം തോന്നുന്നതൊന്നും അല്ല. അദ്ദേഹം പറയുന്നത് വെച്ചാല് നമ്പർ 20 പെല്ലറ്റ് ഒരു ബോട്ടിൽ ഇട്ടിട്ട് ഒരൊറ്റ തവണ മണപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് പോപ്പി സീഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡോസും, മസ്റ്റാർഡ് സീഡ് ഓൾഫാക്ഷനുമാണ്. ഇതാണ് ഹനുമാൻ പറയുന്ന ഡോസ്. സാർ, അതുപോലെ തന്നെ ഈ സ്കിൻ കംപ്ലൈന്റുകൾക്ക് സാധാരണ സാറ് എന്തൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും? ശരിയാണ്. എന്റെ ഒരു ഫ്രണ്ട് ഡോക്ടറാണ്. ഡോക്ടറുടെ വൈഫ് ടിപ്പിക്കൽ ഫോസ്ഫറസ് ആണ്. 10 വരെ അവർ പ്രൂവിങ് അടിക്കുന്നുണ്ട്. 10 50 and above മാത്രമേ അവർക്ക് അച്ചീവ്. വരെ എങ്ങനെ പ്രൂവിങ്, അതേ പ്രൂവിങ് കാണിക്കും. നമ്മൾ 800 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഒന്നല്ലെങ്കിൽ ഡയറിയ ഇടത് വശത്തോട്ട് ചരിഞ്ഞ് കിടന്ന് പറ്റുന്നു. ഫോസ്ഫറസിന്റെ സിംറ്റം കാണിക്കും. സാറേ, അത് എങ്ങനെയാ മെഡിസിൻ? ഡ്രൈ അപ്പോൺ ടങ് ആണോ, ഡിസോൾവ് ഇൻ വാട്ടർ ആണോ, എങ്ങനെ കൊടുത്തത്? ഈ പറഞ്ഞല്ല, ഒരു പെല്ലറ്റാണ് നാവിന്റെ അടിയിലേക്ക് ഇട്ടു കൊടുക്കുന്നത്. യെസ്. എന്നിട്ടും അഗ്രവേഷൻ ഉണ്ടായി. പക്ഷേ 50 CM പോയപ്പോൾ 50 കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആക്റ്റീവ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഏതൊരാൾ പറയണ്ടേ പൊട്ടൻസിക്ക് വലിയ പ്രാധാന്യമില്ലെന്ന് ഇംഗ്ലീഷ് സെഷനിൽ ഒരാൾ പറയുകയുണ്ടായി. ഷൈലോക്ക് കേട്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ആലോചിച്ച് നോക്കുക, എവിടെയാണ് പിഴച്ചതെന്നുള്ളത്. മനസ്സിലായി. ഇത്രയൊക്കെ ഹോമിയോപ്പതിയുടെ ഞാൻ ശരിക്കും പറഞ്ഞാല് ഹോമിയോപ്പതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻറ്റൈസേഷൻ ഹോമിയോപ്പതി അല്ല. ഈ പറഞ്ഞ ജഡ്ജിന് എഴുതിയിട്ടുണ്ട്, പ്രയർ ടു ഹനുമാൻ ഹോമിയോപ്പതി ഉണ്ടായിരുന്നു. പക്ഷേ വ്യത്യാസം എന്താണ്? ഈ സിംഗിൾ മെഡിസിൻ, മിനിമം ഡോസ്, ഇൻഫിനിസ്മൽ ഡോസ്, ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ്, ഇതൊക്കെയാണ് ഹോമിയോപ്പതി. അല്ല നേച്ചേഴ്സ് ലോ ഓഫ് സിമിലേഴ്സ് അല്ല ഹോമിയോപ്പതി. ദാറ്റ് വാസ് ദെയർ. ഹനുമാൻ മുമ്പോട്ടായിരുന്നു. അപ്പൊ ഹനുമാൻ ചെയ്തത് ഹോമിയോപ്പതിയെ ഫിനിഷ് ചെയ്തു ഈ രീതിയിലൂടെ. അതുകൊണ്ടാണ് നമുക്ക് ഈ സാറി പറഞ്ഞ മെഡിസിൻ ഫോസ്ഫറസ് അല്ലാതെ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. സൈലീഷ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് കൊടുത്തു? പൊട്ടൻറ്റൈസേഷൻ. അപ്പൊ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുക, അല്ല 3x മൈനസിലൊക്കെ പോകാതെ കഴിയുന്നതും ഈ പൊട്ടൻറ്റൈസ് മെഡിസിനിലേക്ക് പോവുക. സാർ, ഡയറ്റ് ആൻഡ് റെജിമെനും കൂടെ ഒന്ന് പറയുമോ? സ്കിൻ കംപ്ലൈന്റ് സാറ് ഫോളോ ചെയ്യുന്ന. തീർച്ചയായിട്ടും. ഒരിക്കലും ഞാൻ പറഞ്ഞതായിരുന്നു, വൈറ്റമിൻസ് ഡെഫിഷ്യൻസി ഡിസീസില് ഞാൻ ഒരു സെഷൻ എടുത്തിരുന്നു. ഡെഫിഷ്യൻസി ഡിസീസ്. അപ്പം ഫുഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈസിലി ഡൈജസ്റ്റബിൾ, ഈസിലി അസമിലബിൾ. അതാണ് നമ്മൾ ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ അത് ന്യൂട്രീഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ പോഷണമായിരിക്കും, ബാക്കിയുള്ളതെല്ലാം പാഷാണമായിരിക്കും. ഇത് ജെയിംസ് സാറിനോടെല്ലാം PHലെ എല്ലാ ഡോക്ടേഴ്സിന്റെ മുമ്പിലുമാണ് പ്രശ്നം. ജെയിംസ് സാറിനോട് പ്രത്യേകിച്ചിട്ട് എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ പറയുന്നത്. കേൾക്കാമോ? കേൾക്കാം. എന്റെ ക്ലിനിക്കിലേക്ക് ഒരു അയർലൻഡിലാണ് പേഷ്യന്റ്. അവരുടെ അച്ഛനും അമ്മയും വന്നു. അപ്പൊ അവർക്ക് ഒരു കുറച്ചു കാലം മുമ്പേ ഒരു ടൈപ്പ് ഓഫ് സോറിയാസിസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിന്റെ ഡയഗ്നോസിസ് കൃത്യമായിട്ട് കിട്ടിയില്ല. ഗട്ടൈറ്റ് സോറിയാസിസ് ആണോ അല്ലെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അപ്പം അവരത് പ്രസന്റ് ചെയ്തു. അതിന്റെ കൂടെ കുറച്ച് കാലം മുമ്പേ, ഏകദേശം 2 വർഷം മുമ്പേ ഏതോ ഒരു ഡോക്ടർ, ഞാൻ ഈ സിംഗിൾ റെമഡിയും പോളി റെമഡിയും തമ്മിലുള്ള ഒരു കൺഫ്യൂഷനാണ് പറയുന്നത്. കേൾക്കാമോ? എന്റെ സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ് ഡോക്ടറെ, പറയൂ. ഓക്കെ. അവര് പ്രസന്റ് ചെയ്തത്, അതായത് ഏതോ ഒരു ഡോക്ടർ പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് കൊടുത്തു. അത് ഇത്തരമായിരുന്നു മെഡിസിൻസ്: ആസൈഡൈഡ് 200 1 ഡോസ്, സെപ്പിയ 200, പിന്നെ തൈറോയിഡിനും 1 കൊടുത്തിട്ടുണ്ട്, കൽക്കേരിയ കാർബ് കൊടുത്തിട്ടുണ്ട്, ഒരു മെഡിസിൻ കൂടി. ഇതൊക്കെ ഇവരെന്ന് വെച്ചാൽ 1 വീക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഈ ടൈപ്പ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ എന്താണെന്ന് മനസ്സിലായില്ല. ഓഡിബിൾ ആണോ സർ? ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. ഓക്കെ, എന്താണെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായി. പക്ഷെ അവർക്ക് റിലീഫ് കിട്ടി. ആ കേസ് അവർക്ക് താൽക്കാലികമായി നല്ല ക്യൂർ ഉണ്ടായി. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കിത് എന്താണ് ഈ രീതി എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അവര് ആ മെഡിസിൻ തന്നെ കിട്ടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ടൈമിൽ ഞാൻ കേസ് എടുത്തെങ്കിലും എനിക്ക് കൂടുതലായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞു ചിലപ്പം എന്റെ മെഡിസിൻസ് കൂടി ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞെങ്കിലും നാട്രമോർ 6x അവർ കൊടുത്തിട്ടുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ ഓർക്കുന്നില്ല. അപ്പം ക്യൂറ് കിട്ടിയ സെയിം മെഡിസിൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് അവർക്ക് കൊടുത്തു. പക്ഷേ ഇപ്പൊ അടുത്ത് ഒരു 1 വീക്ക് എഗോ അവർക്ക് കഴിഞ്ഞ 23rd മെഡിസിൻ കിട്ടിയത്. അവരത് കഴിച്ചു, നിറയെ അത് അഗ്രിവേറ്റ് ചെയ്ത് കംപ്ലീറ്റ്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് മനോജ് സാറിന്റെ ഇതില്ലാത്തത് കൊണ്ട് ധനേഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് സ്ക്രീൻ ഷെയറിങ് കഴിയാത്തതുകൊണ്ടാണ്. അപ്പം എനിക്ക് അത് കൊടുക്കുന്ന ആ ഒരു മെത്തേഡ് ഓഫ് മെഡിക്കേഷൻ എനിക്ക് അത്ര തൃപ്തികരമായിരുന്നില്ല. പക്ഷെ ഒരാൾക്ക് റിലീഫ് കിട്ടി, ഇത്രയും മെഡിസിൻസ് ആ ഡോക്ടർ ചിലപ്പം ആ ഡോക്ടറെ ആണെങ്കിൽ ഫോൺ ഇപ്പൊ കിട്ടുന്നില്ല, അവര് മറ്റെവിടത്തേക്ക് പോയി, പേഷ്യന്റിനും കിട്ടുന്നില്ല, എനിക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യമാണ് ഞാൻ കൊടുത്തത്. അവർക്ക് സുഖം ഉണ്ടല്ലോ എന്ന് കരുതി കൊടുത്തതാണ്. പക്ഷെ അത് വല്ലാതെ അഗ്രിവേറ്റ് ചെയ്തു. ഇന്ന് അവര് വന്നിരിക്കുന്നത് ഡോക്ടറെ അത് വല്ലാതെ അഗ്രിവേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിക്ചറും കൂടെ എനിക്ക് അയച്ചു തന്നിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആലോചിച്ചിട്ടും എനിക്കത് ആസൈഡൈഡ് 1 ഞാൻ ഇന്ന് കൊടുത്തത്. പക്ഷെ എന്താണ് ഇത്തരം ഒരാൾ കൊടുക്കുമ്പോൾ, ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് കൊടുത്തപ്പോൾ അത് എങ്ങനെ റിലീഫ് കിട്ടി എന്നുള്ള, ഞാനത് സെയിം മെഡിസിൻ ഞാനത് ഒന്നും ആലോചിക്കാതെ ഞാനത് കൊടുത്തപ്പോൾ അത് അഗ്രിവേറ്റ് ചെയ്യുകയും ചെയ്യും. എന്തായിരിക്കും അതിന്റെ കാരണം എന്നാണ് ഞാൻ മുന്നിൽ വെക്കുന്നത്. അപ്പം ഇതിലും എളുപ്പം എന്ന് പറയുന്നത് നമ്മളേതായ ആ ഒരു സിംഗിൾ മെഡിസിൻ രീതിയിൽ പോകുന്നതാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം എനിക്കാണോ തെറ്റ് പറ്റിയെന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന പ്രശ്നം. സോറിയാസിസ് ആണെങ്കിൽ അത് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്, സ്ട്രോങ് ഓട്ടോഇമ്യൂൺ മീഡിയം ഉള്ള ഒരു ഡിസീസാണ്. അപ്പൊ അത് അതിന് സംശയം ഉണ്ടോ? സാറേ ആ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാറേ പടം ഇതാണ് പടം. ഇത് അഗ്രിവേറ്റ് ചെയ്ത കണ്ടീഷനിലുള്ളതാണ് ഇത്. കുറച്ചുകൂടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. യെസ് കിട്ടി. ഇത് ബയോപ്സി ചെയ്ത കേസാണോ? സ്കിന്നിന്റെ സ്ക്രാപ്പ് എടുത്ത് ബയോപ്സി നടത്തിയിട്ടുണ്ടോ? അത് വിശദമായി ഇല്ല സർ, ചെയ്തിട്ടില്ല. സജീന്ദ്രൻ ഡോക്ടർ ചെയ്തിട്ടില്ല സർ. എന്റെ അടുക്ക കേസ് വരുമ്പോൾ ഓൾറെഡി മറ്റേ ഡോക്ടർ ചികിത്സിച്ചിട്ട് അവിടെ ഇപ്പോഴാണ് അവർ വരുന്നത്. അവർ അയർലൻഡിലാണുള്ളത്. എനിക്കൊരു ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റിയില്ല.
അഗ്രവേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഇത് കണ്ടിട്ട് ഒരു സോറിയാസിന്റെ ഇത് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ല, ബയോപ്സി ചെയ്തിട്ടില്ല സർ. ഇത് കൺഫേം ചെയ്യേണ്ടതാണ്. ഓക്കെ. അല്ല, പിന്നെ ഞാൻ എന്റെ സംശയം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത്ര ഈ മെഡിസിൻ കോമ്പിനേഷൻ കൊടുത്തിട്ട് അത് അങ്ങനെ ഒരു റിലീഫ് എങ്ങനെ കിട്ടി എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. സപ്രഷൻ ആയിരിക്കും, സപ്രഷനാണ്. റിലീഫ് എന്ന് പറയുമ്പോ സോറിയാസിസ് ഒക്കെ ക്യൂർ ആയി കഴിഞ്ഞ് ഒരു 12 വർഷത്തേക്ക് ഒന്നും വരുന്നില്ല, റിട്ടേൺ വരുന്നില്ലെങ്കിൽ മാത്രമേ ക്യൂർ എന്ന് പറയാൻ പറ്റൂ. മിനിമം 12 വർഷം. ഇങ്ങനെ 2 വർഷം 3 വർഷത്തേക്കൊക്കെ അല്ല, 2 വർഷം 3 വർഷം ഒന്നും ഒരു ആ ഗ്യാപ്പിൽ വരികയാണെങ്കിൽ അത് ക്യൂർ ഒന്നും അല്ല, സപ്രഷനാണ്. സർ, ക്യാൻസർ പ്രൊഫൈലാക്സിസ് അങ്ങനെ എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ക്യാൻസർ പ്രൊഫൈലാക്സിസ് മെഡിസിൻ വല്ലതും ഉണ്ടോ എന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ കേസ് അല്ലേ പറയുന്നത്? അല്ല, ഇതല്ല. ക്യാൻസർ പ്രൊഫൈലാക്സിസ് ഇത് ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു സൈക്കോസോമാറ്റിക് ഡിസീസാണ് അംഗീകരിക്കുന്നത്. അതിന്റെ തുടക്കം വഴിയാണ്. അപ്പൊ അതിന്റെ റൂട്ട് കിടക്കുന്ന സൈക്കിക് പ്ലെയിനിലും മാനിഫെസ്റ്റേഷൻസ് ആണ് സോമോ അല്ലെങ്കിൽ ബോഡിയിൽ. അപ്പം ഇത് തടയുന്നത് ആദ്യഘട്ടത്തിലാണ്. അയാളുടെ മെന്റൽ ഡീവിയേഷൻ വരുമ്പോൾ തന്നെ അത് കണക്കിലെടുക്കുകയും അയാൾക്കത് ബോധ്യപ്പെടുകയും അയാൾ ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഉറക്കക്കുറവുണ്ട്, അല്ലെങ്കിൽ പിന്നെ ജോലി ചെയ്യാനുള്ള ഒരു തോന്നുന്നുണ്ട്. നന്ന ആക്റ്റീവായിട്ട് നടന്ന ഒരാൾ പെട്ടെന്ന് ഒരാൾക്ക് ഇങ്ങനെ സ്വന്തം തൊഴിലിനോട് ഒരു വിമുഖത കാണിക്കുന്നു. ഏതായിരിക്കട്ടെ, അധ്യാപകനാകട്ടെ, ബിസിനസ്സുകാരാകട്ടെ, ഏതാകട്ടെ, ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നു. അതല്ലെങ്കിൽ അപ്പറ്റൈറ്റിലെ വേരിയേഷൻ വരുന്നു. ഇതിലൊക്കെ വേരിയേഷൻ വരുമ്പോൾ അവിടെ നമ്മൾ അതിന് തടയിടുന്നതാണ് പ്രൊഫൈലാറ്റിക്. അതാണ് പ്രൊഫൈലാറ്റിക്. അപ്പൊ അവിടെ തന്നെ നമ്മളുടെ എന്താണ് മുളയിലെ നുള്ളുക എന്ന് പറയുന്നത്.